Hey everyone, welcome back to our YouTube channel. So ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ who makes the best dosas in Bangalore? അതെ, നമ്മളൊരു 4 ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള 4 സ്റ്റോൾസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. MTR, CTR, വിദ്യാർത്ഥി ഭവൻ, രാമേശ്വരം കഫേ. അപ്പൊ ഇതിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദോശ ഏതാണെന്നാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. 4 സ്റ്റോളിലും പോയി ഒരേ ഐറ്റം തന്നെ നോക്കി വാങ്ങിച്ച് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു നമുക്കൊന്ന് റാങ്ക് ചെയ്യാം. അതെ, റാങ്ക് ചെയ്യാം. 4 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ കമ്മിങ് ടു ദി വീഡിയോ. നമ്മളിത് മേടിച്ചിരിക്കുകയാണ്. ഒരു നെയ് റോസ്റ്റും ഒരു മസാല ദോശയും. കൃപ മസാല ദോശയാണ്, ഞാൻ നെയ് റോസ്റ്റാണ്. സോ ഇത് കഴിച്ചിട്ട് ഇതില് കൂടെ നമുക്ക് സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, അതേപോലെ ഒരു കുഞ്ഞു പാത്രത്തില് നെയ്യ് എക്സ്ട്രാ. ഓൾറെഡി ദോശയിൽ നല്ലപോലെ നെയ്യുണ്ട് കേട്ടോ. വേറെ നെയ്യ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാത്രത്തിൽ നെയ്യ് വേറെ അധികമില്ല, തുള്ളി ഉള്ളൂ, പക്ഷെ എന്നാലും വേറെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒഴിക്കണം. സോ 100 ഇയേഴ്സിന്റെ പാരമ്പര്യം എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ മസാല ദോശ കഴിക്കുമ്പോൾ അറ്റത്തു നിന്നാണോ തുടങ്ങുക അതോ മിഡിൽ നിന്നാണോ തുടങ്ങുക എന്നുള്ളത് പറയും. ഏട്ടനെങ്ങനെ എടുക്കാറ്? കറക്റ്റ് മസാലയുള്ള ഭാഗം കറക്റ്റ് നടുവിൽ എടുക്കുമ്പോൾ എനിക്ക് പക്ഷെ എങ്ങനെ അറിയാം, ഞാൻ സൈഡിലുള്ള ഫുൾ കഴിച്ചിട്ട് ബാക്കി മസാലയുടെ ഭാഗം അവിടെ ഇങ്ങനെ വെക്കും, ലാസ്റ്റ് ആ ഭാഗം കഴിക്കും. നിങ്ങൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കമന്റിൽ പറയും കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. രാമേശ്വരം കഫേ അവിടുത്തെ മസാല ദോശ മേടിച്ചിട്ടുണ്ട്. സോ ഇതിലിപ്പോ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല, ഇതിൽ പൊടി ഇട്ടിട്ടുണ്ട്, ഒരുപാട് പൊടി ഇട്ടുണ്ട്. മസാല മറ്റേലുള്ള പോലെ അതിനേക്കാൾ കുറച്ചല്ലേ ഉള്ളൂ. അതിനേക്കാൾ അവിടെ കണ്ടാലും കുറച്ചുകൂടി മസാല ഉള്ളൂ. കുറച്ചും കൂടി അല്ല, സോറി, കുറച്ച് മസാല ഉള്ളൂ. പിന്നെ ഗീന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് നോക്കിയാൽ ഇത് തട്ടുണ്ട്. മറ്റേത് അത്രയും ഉണ്ടായിരുന്നില്ല. 2 ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അതിൽ മൊത്തം പൊടി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പാർ എനിക്ക് നല്ലത് രാമേശ്വരം കഫേയിലാണ് തോന്നുന്നത്. അത്ര സ്വീറ്റ്നെസ് ഇല്ല, നമ്മുടെ നോർമൽ സാമ്പാർ പോലെയാണ്. കുറച്ച് സാമ്പാർ കൊള്ളാം. യെസ്, കമ്പയർ ടു MTR. പക്ഷെ ദോശ ഭയങ്കര ക്രിസ്പിയാണ്, കുറെ പൊടിയുണ്ട്, ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പാക്കറ്റോട് കൂടി ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കുക ചെയ്യണം. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നെയ്യിന്റെ, ഭയങ്കര ഓവർ ക്രിസ്പി ആകണ്ടില്ലേ? അതവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റും. നമുക്കിങ്ങനെ തുറന്നു പോകുമ്പോ തന്നെ അത് പൊട്ടി പോവാ, അത്രയും ക്രിസ്പിയാണ്. മസാലയും ഒന്നുകൂടി നല്ലത് രാമേശ്വരം കഫേയിലാണ് കമ്പയർ ടു MTR. കുറച്ചും കൂടി നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന മസാലയുടെ ടേസ്റ്റ് ആണ് കൂടുതൽ വരുന്നത്.
നല്ല കറക്റ്റ് പാകാവും. ഉപ്പ് കറക്റ്റ് പാകമാണ്. ഭയങ്കര പച്ചമുളകിന്റെ വായിൽ വെച്ചിങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് മസാലയാണ്. കൊള്ളാം. പൊടിയും കൊള്ളാട്ടോ, അതിലിട്ടിരിക്കുന്ന പൊടിയും നല്ലതാണ്. കോഫി ഭയങ്കര സ്ട്രോങ് ആണ്. കുറച്ചും കൂടി മധുരമൊക്കെ ഓക്കെയാണ്. മധുരം ഞാൻ എക്സ്ട്രാ ഇട്ടതാ. മധുരം ഓക്കെയാണ്, പക്ഷെ കോഫി ഭയങ്കര സ്ട്രോങ് ആണ്. പൊടിക്ക് കുറവായിരുന്നെങ്കിൽ കാപ്പി പൊടി കുറച്ച് കൂടുതലാണ്. ഞാൻ ടേസ്റ്റ് നോക്കി, അപ്പൊ എനിക്ക് തീരെ മധുരം ഇല്ലാന്ന് തോന്നി. അപ്പൊ അവിടെ നമുക്ക് ജാഗരിയുടെ പൗഡറും വെച്ചിട്ടുണ്ട്, ഷുഗറും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി മധുരം ഇട്ടിട്ട് കൊണ്ടുപോകും. കോഫി കൊള്ളുന്നില്ല, രസമുണ്ട് നല്ല. പക്ഷെ കോഫിയുടെ ഫ്ലേവറും എല്ലാം ഓണാക്കി. ഭയങ്കര കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടായിരിക്കും, പക്ഷെ കോഫി എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് കൂടുതലാണ് പൊടി, ഭയങ്കര ഫ്ലേവർ. നമുക്ക് ലാസ്റ്റ് നമുക്ക് കുടിച്ചു കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞ് വായിൽ വരുന്നൊരു കോഫിയുടെ ഒരു ചവർപ്പില്ലേ, അതാണ് വായിൽ വരുന്നത്. കഴിഞ്ഞില്ലേ? സോ നമ്മുടെ 2 സ്ഥലങ്ങള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അതെ. സോ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ 3rd പ്ലേസ് ആയിട്ടുള്ള വിദ്യാർത്ഥി ഭവനിന്ന് മസാല ദോശയും ചട്നി. നമ്മള് പാഴ്സലാണ് മേടിച്ചത്, കാരണം അവിടെ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടായില്ല. പാഴ്സലാണ് മേടിച്ചത്. സോ ഇവിടെ നമുക്ക് സാമ്പാറൊന്നുമില്ല, ചട്നി മാത്രമേ ഉള്ളൂ. തേങ്ങാ ചട്നി മസാല ഒരുപാട് ഉണ്ട് കേട്ടോ. മസാല കുഴപ്പമില്ല, കൊള്ളാം. നെയ്യ് രാമേശ്വരം കഫേ അത്ര പോരാ മസാല, ബട്ട് MTRനെക്കാട്ടിലും കൊള്ളാം. പക്ഷെ എന്തൊക്കെയോ ഒരു കുറവ് പോലെ. എവിടേക്കോ ഉപ്പ് കുറവാണ് ദോശയില്, പിന്നെ മസാലയിലും ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ ഉണ്ടാവും. പിന്നെ സാമ്പാറില്ല, സാമ്പാറാണ് നമ്മൾ മെയിൻ. മസാല ദോശക്ക് സാമ്പാർ എന്തായാലും വേണ്ടേ. അതെ, ചട്നി മാത്രമേ ഉള്ളൂ. അതിന് പുതിനയുടെ ഒരു കുത്തലുണ്ട് അല്ലേ? അത് കഴിച്ചിട്ടില്ല, കഴിച്ചോട്ടെ. പുതിനയുടെ ഒരു അതിപ്രസരമുണ്ട്. ഓ, അത് ഭയങ്കര. നമ്മളീ മറ്റേ തന്തൂരി ചിക്കൻ മേടിക്കുമ്പോൾ കൂടി ചട്നി കിട്ടില്ലേ, കറക്റ്റ് അതിന്റെ ടേസ്റ്റ് ആണ്. ഭയങ്കരമായിട്ട് പുതിനയുടെ ദോശ കമ്പാരിറ്റീവ്ലി അത്ര, ഞാൻ പറഞ്ഞു ക്രസ്റ്റിന് അത്ര തിക്നെസ് ഇല്ല. അല്ല, തിക്നെസ് ഉണ്ട്, പക്ഷെ ഭയങ്കര നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പല്ല. മസാല കുറച്ചുകൂടി ഉപ്പും. ഇവിടെ എന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു രാമേശ്വരത്തെ ആയിരിക്കും നല്ലതാ ഫസ്റ്റ് വരിക അല്ലേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില് നമ്പർ 1 പ്ലേസിൽ വന്നിട്ടുള്ളത് രാമേശ്വരം കഫേയാണ്. സാമ്പാറാണെങ്കിലും മസാലയൊക്കെ നന്നായിട്ടുള്ളത്. ഒരു സൗത്ത് നമ്മുടെ ഒരു കേരള സ്റ്റൈലുണ്ട് ചെറുതായിട്ട്. ചട്നി ആണെങ്കിലും പിന്നെ അതേപോലെ 2 ചട്നി ഉണ്ട്. നമുക്ക് റെഡ് കളർ ചട്നി വരുന്നുണ്ട്, ഒരു വൈറ്റ് കളർ ചട്നി. രണ്ടും കോക്കനട്ട് ചട്നിയാണ്. സാമ്പാറാണെങ്കിലും അത്ര മധുരമൊന്നുമില്ല, നമ്മുടെ സാധാരണ നാട്ടിലുണ്ടാവുന്ന പോലത്തെ കട്ടിയുള്ള ഒരു സാമ്പാർ തന്നെയായിരുന്നു. മസാല ആണെങ്കിലും നെയ്യ് കുറച്ച് കൂടുതലാണെന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. അതെ. പിന്നെ പക്ഷെ വിദ്യാർത്ഥി ഭവനില് ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചട്നി ഭയങ്കര സാമ്പാറില്ല. പക്ഷെ 80 rupees ഉള്ളൂ കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും കൂടെ നമുക്ക് സൈഡ് ഡിഷില് സാമ്പാറും ചട്നിയും വരുന്നതല്ല. പിന്നെ MTRല് കുറച്ചൊരു മസാല കുറച്ചൊരു ബ്ലണ്ട് പോലെ ആയിരുന്നു. അത്ര സ്പൈസി അല്ലായിരുന്നു, ഉപ്പും കുറവായിരുന്നു. വേറൊരു ടൈപ്പ് മസാലയായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു തിക്ക് റസ്റ്റിനോടുള്ള ഒരു ദോശയോട് അത്ര ഒരു താല്പര്യമില്ല. കാരണം നമ്മുടെ ഭാരത് ഹോട്ടലിൽ നിന്നും രാധാകൃഷ്ണൻ നിന്നൊക്കെ നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് അത് വെച്ചിട്ട് വേറെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഇസ് രാമേശ്വരം കഫേ, സെക്കൻഡ് ഇസ് MTR, ആൻഡ് തേർഡ് ഇസ് വിദ്യാർത്ഥി ഭവൻ.
സോ ഇതൊന്നും അല്ലാതെ പല ടിഫിൻ സെന്റേഴ്സും ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ. അവരുടെ ദോശാസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള കുറേ ടിഫിൻ സെന്റേഴ്സ് ഉണ്ട്. സോ ഇത് മൂന്നും അല്ലാതെ ഏത് ടിഫിൻ സെന്ററിലെ ദോശയാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യൂ. ഇനി നമുക്ക് ഇതല്ലാത്ത ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇനി ഇതല്ലാതെ മൂന്നെണ്ണത്തിലല്ലാതെ ഏറ്റവും നല്ല ദോശ കിട്ടുന്ന സ്ഥലം ഏതാണെന്നുള്ളത്, ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ള MTR, വിദ്യാർത്ഥി ഭവൻ, അതേപോലെ രാമേശ്വരം കഫേയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, ഞങ്ങൾ എന്തായാലും പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇതേപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സൈഡിലുള്ള ബെല്ലൈക്കൺ എന്തായാലും ക്ലിക്ക് ചെയ്യാം. Take care, bye bye.